കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ് 365 ദിവസവും ഇംഗ്ലീഷിന് വേണ്ടി നമുക്ക് അല്പസമയം ചെലവഴിക്കാം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് വെൻ, വൈൽ ഇവ തമ്മിലുള്ള വ്യത്യാസമാണ്. ഒരു സ്റ്റുഡൻ്റ് ആവശ്യപ്പെട്ട വീഡിയോ ആണിത്. ഇത് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ബുക്കിൽ കാണാൻ സാധിക്കും. നമ്മുടെ ബുക്സ് വാങ്ങിച്ചിട്ടുള്ള സ്റ്റുഡൻസ് അഡ്വാൻസ് ലെവൽ ടോപ്പിക് 45-46 പേജസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. വെൻ, വൈൽ എങ്ങനെ ഉപയോഗിക്കാം. ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു ടൈപ്പ് സെൻറ്റൻസ് ആണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സെൻറ്റൻസുകളൊക്കെ എപ്പോഴും ഉപയോഗിക്കാറുള്ളതാണ്. ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ഞാൻ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ അമ്മ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനൊരു സിറ്റുവേഷൻ നമുക്ക് വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണത് ഇംഗ്ലീഷിൽ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ സെൻറ്റൻസ് എന്താ? ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ഞാൻ വീട്ടിലെത്തി എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് പറയേണ്ടത്. അപ്പോൾ അത് പാസ്റ്റ് ഫോമാണ്, ഡിഡിൻ്റെ ടോപ്പിക്കാണ്. ഐ റീച്ച് ഹോം സെക്കൻഡ് ഫോമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, പാസ്റ്റ് ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഐ റീച്ച് ഹോം അറ്റ് 5 യെസ്റ്റർഡേ ഈവനിങ്. ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ഞാൻ വീട്ടിലെത്തി. ഈ ഒരു സെൻറ്റൻസിൽ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കാണേണ്ടതുണ്ട്. നമ്മളൊരു സെൻറ്റൻസിൽ ഓരോ വാക്കുകൾക്കും ഓരോ പൊസിഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ യെസ്റ്റർഡേ ഈവനിങ് അറ്റ് 5 o'clock ഐ റീച്ച് ഹോം അറ്റ് 5 അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതിനൊക്കെ കൃത്യ ഓർഡർ ഉണ്ട്. അപ്പോൾ അറ്റ് 5 യെസ്റ്റർഡേ ഈവനിങ് ഇതൊരു കോമ്പിനേഷനാണ്. യെസ്റ്റർഡേ ഈവനിങ് അറ്റ് 5 എന്നല്ല, അറ്റ് 5 യെസ്റ്റർഡേ ഈവനിങ് 5 മണിക്ക് ഇന്നലെ വൈകുന്നേരം ഞാൻ അവിടെ എത്തി. ഐ റീച്ച് ഹോം അറ്റ് 5 യെസ്റ്റർഡേ ഈവനിങ് ഇതേ കോമ്പിനേഷൻ തന്നെ ഉപയോഗിക്കണം. ഇനി ഞാൻ വീട്ടിലെത്തിയപ്പോൾ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ വീട്ടിലെത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിച്ചത് വെർബിൻ്റെ സെക്കൻഡ് ഫോം ആണെങ്കിൽ അതേ ഫോം തന്നെയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. വെൻ ഐ റീച്ച് ഹോം ഞാൻ വീട്ടിലെത്തിയപ്പോൾ. മൈ മദർ വാസ് കുക്കിംഗ് ഇവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. മൈ മദർ വാസ് കുക്കിംഗ് എന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. എൻ്റെ അമ്മ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഇതിനർത്ഥം. ചെയ്തു എന്നല്ല, ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇനി ഫുൾ സെൻസ് വായിക്കാം. I reached home at 5 yesterday evening. When I reached home, my mother was cooking. ഞാൻ 5 മണിക്ക് ഇന്നലെ വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ എൻ്റെ അമ്മ പാചകം ചെയ്യുകയായിരുന്നു. ഈ ഒരു സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിതിനെ നെഗറ്റീവ് ആക്കാനും ക്വസ്റ്റ്യൻ ആക്കാനും ഒക്കെ ശ്രമിക്കണം. ഞാൻ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ അമ്മ പാചകം ചെയ്യുകയായിരുന്നില്ല എന്നാണ് നമ്മൾ പറയേണ്ടതെങ്കിൽ നമ്മളോട് ചെയ്യേണ്ടത് ഈ സെൻറ്റൻസിനെ നെഗറ്റീവ് ആക്കാന്നുള്ളതാണ്. When I reached home, my mother was in cooking. എൻ്റെ അമ്മ പാചകം ചെയ്യുകയായിരുന്നില്ല. ഇനി നീ വീട്ടിലെത്തിയപ്പോൾ നിൻ്റെ അമ്മ പാചകം ചെയ്യുകയായിരുന്നോ എന്ന് ചോദിക്കണമെങ്കിൽ നമ്മളിത് ക്വസ്റ്റ്യൻ ആക്കണം. ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ വർക്ക്ഷോപ്പിനെ ഫസ്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവരണം. വാസ് യുവർ മദർ കുക്കിംഗ്? അപ്പോൾ എപ്പോഴും നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ വർക്ക്ഷോപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ വെൻ യു റീച്ച് ഹോം എന്നത് ലാസ്റ്റ് ചോദിച്ചാൽ മതി. ചോദ്യം ഫസ്റ്റ് ചോദിക്കാം. വാസ് യുവർ മദർ കുക്കിംഗ് വെൻ യു റീച്ച് ഹോം? നിന്റെ അമ്മ കുക്ക് ചെയ്യുകയായിരുന്നോ നീ വീട്ടിലെത്തിയപ്പോൾ? അതൊരു പാറ്റേൺ ആണ്. ഞാനത് കൃത്യമായിട്ട് കാണിച്ചു തരാം. നമുക്ക് ഈ 2 സെൻറ്റൻസുകളും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സെൻറ്റൻസുകൾ ഇത് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അത് ഞാൻ പറയാം. അതിന് മുമ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഓൾറെഡി കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഴയ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകിൽ നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കുക, അല്ലെങ്കിൽ യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്യുക. കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് കാണുന്നതായിരിക്കും. നമ്മളിന്ന് ബുക്സ് വാങ്ങിച്ചിട്ടുള്ള സ്റ്റുഡൻസ് ഓരോ വീഡിയോസായിട്ട് നമ്മൾ കാണാനുള്ള കാര്യം നോക്കണം. അതുപോലെ കൃത്യം ഓർഡർ മനസ്സിലാക്കണം. അപ്പോൾ നല്ല ഓർഡർ മനസ്സിലാക്കി പഠിച്ചാലാണ് വളരെ എഫക്റ്റീവ് ആയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഓർഡർ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബുക്ക് വാങ്ങിച്ചിരിക്കുന്നത്. ഇനി ബുക്ക് വാങ്ങാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ 82815556 എന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ വെറും 550 രൂപ മാത്രമേ നമുക്ക് ചിലവ് വരുള്ളൂ. 2 ബുക്ക് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസന്റ് ഒരു ബുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കട്ടെ. ഈ സെൻറ്റൻസ് നമുക്ക് വായിക്കാം. വാസ് യുവർ മദർ കുക്കിംഗ് വെൻ യു റീച്ച് ഹോം? നീ വീട്ടിലെത്തിയപ്പോൾ നിന്റെ അമ്മ പാചകം ചെയ്യുകയായിരുന്നോ? ഈ ഒരു ചോദ്യം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും, ചിന്തിച്ച് നോക്ക്. അപ്പോൾ നമുക്കിത് ഈസിയാണ്. നിന്റെ അമ്മ പ്രാർത്ഥിക്കുകയായിരുന്നു നീ വീട്ടിലെത്തിയപ്പോൾ? ഇവിടെ ആ പ്രാർത്ഥിക്കുക എന്നുള്ള വെർബ് അങ്ങോട്ട് ചേഞ്ച് ചെയ്യുക. വാസ് യുവർ മദർ പ്രേയിങ് വെൻ യു റീച്ച് ഹോം?
നിന്റെ അമ്മ ടി വി കാണുകയായിരുന്നോ? വാസ് യുവർ മദർ വാച്ചിങ് ടി വി വെൻ യു റീച്ച് ഹോം? എത്ര സിമ്പിളാണിത്. ഇനി വെൻ യു റീച്ച് ഹോം എന്നതിന് പകരം വെൻ യു കോൾഡ് യുവർ മദർ എന്നാക്കണമെങ്കിൽ ഇവിടെ ചേഞ്ച് വരുത്തണം. അപ്പോൾ ഈ രണ്ട് വെർബുകളും ചേഞ്ച് ചെയ്താൽ എത്ര സെൻറ്റൻസിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. വളരെയധികം സെൻറ്റൻസ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഗ്രാമർ ഉപയോഗിക്കാണ്ട് എന്തിനു പഠിക്കണം? കൃത്യമായി ഇത്ര എളുപ്പത്തിൽ നമുക്ക് ഗ്രാമർ മനസ്സിലാക്കി കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളത് കൃത്യമായി പഠിച്ചുകൂടെ? എന്തുകൊണ്ട് ഗ്രാമർ ഇല്ലാതെ ഉപയോഗിക്കണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഗ്രാമർ ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കേണ്ട, നമുക്ക് കൃത്യമായി പഠിക്കണം. ഇനി അടുത്ത സെൻറ്റൻസിലേക്ക് നമുക്ക് നോക്കാം. Were you studying when your father called you? നിന്റെ അച്ഛൻ നിന്നെ വിളിച്ചപ്പോൾ നീ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? നീ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ എന്ന് ചോദിക്കുന്നതിന് പകരം ഇവിടെ നമ്മൾ ആർ ഉപയോഗിക്കാൻ പറ്റില്ല. അതിനാണ് നിയമം എന്ന് പറയുന്നത്. അപ്പൊ നിയമം ഉപയോഗിക്കണം, ഗ്രാമർ ഉപയോഗിക്കണം. ഇവിടെ വാസ് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം യു ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മളിവിടെ ഓപ്ഷോപ്പ് സെറ്റ് ചെയ്യണം. ഇവിടെ വാസ് ഉപയോഗിച്ചു സിംഗുലർ ആയതുകൊണ്ട്, പക്ഷെ ഇവിടെ വാസ് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതൊക്കെ നിയമമാണ്. ഇംഗ്ലീഷിന്റെ നിയമം നമ്മൾ ഫോളോ ചെയ്തേ പറ്റൂ. മലയാളം സംസാരിക്കുമ്പോൾ മലയാളത്തിന്റെ നിയമം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷിന്റെ നിയമം ഫോളോ ചെയ്യണം. പല സ്റ്റുഡൻസും കൺഫ്യൂഷൻ പറയാറുണ്ട്, മലയാളം സംസാരിക്കുമ്പോൾ നിയമം ഉപയോഗിക്കാറില്ല എന്നൊക്കെ. അതിന് ഞാൻ പല വീഡിയോയിലും കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട്. ഇതിലും ഒരു കാര്യം ഞാൻ പറയട്ടെ. നീ നാളെ തൃശ്ശൂർക്ക് പോകുന്നുണ്ടോ? നീ നാളെ തൃശ്ശൂരിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതിന് പകരം നീ നാളെ തൃശ്ശൂരിലേക്ക് പോയോ എന്ന് ചോദിക്കാൻ പറ്റുമോ? പറ്റില്ല. അതൊരു നിയമമാണ്. പോകുന്നുണ്ടോ എന്ന് തന്നെ ചോദിക്കണം. കൃത്യമായി നിയമം ഫോളോ ചെയ്യണം മലയാളത്തിലും. ഓക്കെ, അതുപോലെ ഇംഗ്ലീഷിലും കൃത്യം നിയമം ഫോളോ ചെയ്യണം. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് വേറാണ്. Were you studying when your father called you? നിന്റെ ഫാദർ നിന്നെ വിളിച്ചപ്പോൾ നീ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? ഈ ഒരു പാറ്റേൺ, ഈ ഒരു സെന്റൻസ് നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ ഇവിടെ ഈ വെർബ് ചേഞ്ച് ചെയ്ത് പല സെന്റൻസുകളും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതിനുള്ള ഐഡിയ നമുക്ക് കിട്ടി. നിന്റെ അച്ഛൻ നിന്നെ വിളിച്ചപ്പോൾ നീ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നോ? Were you watching TV when your father called you? നിന്റെ അച്ഛൻ നിന്നെ വിളിച്ചപ്പോൾ നീ ഉറങ്ങുകയായിരുന്നോ? Were you sleeping when your father called you? എത്ര സിമ്പിളാണ് ഇംഗ്ലീഷ്. കൃത്യ നിയമം ഉപയോഗിച്ച് പഠിക്കാം. ഇനി നമ്മൾ വയൽ എന്നത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഞാൻ ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് ടി വി കണ്ടു. ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു സെന്റൻസ് നമ്മൾ പറയേണ്ട സിറ്റുവേഷൻ വന്നാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ പാറ്റേൺസ് ഉപയോഗിച്ചാണ്. നമുക്ക് നോക്കാം. ആദ്യം തന്നെ 6 മണിക്ക് ഞാൻ ഇന്നലെ ടി വി കണ്ടു എന്ന് എങ്ങനെ പറയാം? ഐ വാച്ച് ടി വി അറ്റ് 6 yesterday evening. ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് ഞാൻ ടി വി കണ്ടു. ഞാൻ ടി വി കണ്ടുകൊണ്ടിരുന്ന സമയത്ത്, അപ്പോൾ അവിടെ വയലാണ് ഉപയോഗിക്കേണ്ടത്. വയൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. വൈൽ ഐ വാസ് വാച്ചിങ് ടി വി. അപ്പോൾ വെന്നും വയലും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വൈൽ ഐ വാസ് വാച്ചിങ് ടി വി, ഞാൻ ടി വി കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അമ്മ എന്ത് ചെയ്യായിരുന്നു? മൈ മദർ വാസ് പ്രേയിങ്. ഓക്കെ, ഇനി ഈ സെന്റൻസ് ഉപയോഗിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം, നെഗറ്റീവ് സെൻസ് ഉണ്ടാക്കണം. നമുക്കതിനെ എങ്ങനെ മാറ്റം വരുത്താമെന്ന് നമുക്ക് നോക്കാം. അത് ഞാൻ എഴുതി കാണിക്കാം. While I was watching TV, my mother was in praying. She was cooking. ഞാൻ ടി വി കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അമ്മ പ്രാർത്ഥിക്കുകയായിരുന്നില്ല, എൻ്റെ അമ്മ പാചകം ചെയ്യുകയായിരുന്നു എന്നതാണ് സെൻറ്റൻസ്. അപ്പോൾ ചോദ്യം തീർച്ചയായിട്ടും വേണം. നീ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിന്റെ അമ്മ പാചകം ചെയ്യുകയായിരുന്നോ? അല്ലെങ്കിൽ നീ ടി വി കണ്ടുകൊണ്ടിരുന്ന സമയത്ത് നിന്റെ അമ്മ എന്താ ചെയ്തുകൊണ്ടിരിക്കേണ്ടായിരുന്നേ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എങ്ങനെ ചോദിക്കാം? നമുക്ക് ആവശ്യമുള്ള ചോദ്യങ്ങളാണ്, എന്നും ആവശ്യമുള്ള ചോദ്യങ്ങളാണ്, എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മളതിവിടെ എഴുതി കാണിക്കാം. വയൽ ഉപയോഗിച്ച് 2 സെന്റൻസും കൂടി കൃത്യമായി ഞാൻ പറഞ്ഞു തരുന്നു. ബാക്കിയുള്ളത് നമ്മൾ ബുക്സ് വെച്ച് പ്രാക്ടീസ് ചെയ്താൽ മതി. ധാരാളം സാമ്പിൾ സെന്റൻസുകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതൊക്കെ വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കേംബ്രിഡ്ജിൻ്റെ ബുക്കാണ്. തീർച്ചയായും നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സെന്റൻസുകളാണ് അവർ നിങ്ങളെ പഠിപ്പിക്കുകയുള്ളൂ. വാസ് യുവർ മദർ കുക്കിംഗ് വൈൽ യു ആർ വാച്ചിങ് ടി വി? നീ ടി വി കണ്ടുകൊണ്ടിരുന്ന സമയത്ത് നിന്റെ അമ്മ പാചകം ചെയ്യുകയായിരുന്നോ? അപ്പോൾ കുക്കിംഗ് എന്നത് ഇവിടെ വെർബാണെങ്കിൽ ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാം. വാസ് യുവർ മദർ ഡാൻസിങ് വൈൽ യു ആർ വാച്ചിങ് ടി വി? അപ്പോൾ എത്ര വെർബ് നമ്മുടെ കയ്യിലുണ്ടോ അത്രയും സെന്റൻസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഇക്വേഷൻസ് നിങ്ങൾക്ക് തരും, സാമ്പിൾ സെന്റൻസുകൾ നിങ്ങൾക്ക് കാണിച്ചു തരും. അതുപയോഗിച്ച് നിങ്ങൾ
ധാരാളം സെൻറ്റൻസുകൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക, റിയൽ ലൈഫിൽ ഉപയോഗിക്കുക, വാട്സപ്പ് മെസ്സേജൊക്കെ അയക്കുന്ന സമയത്ത് ഉപയോഗിക്കുക. നിന്റെ അമ്മ പ്രാർത്ഥിക്കുകയായിരുന്നോ നീ ടി വി കണ്ടുകൊണ്ടിരുന്ന സമയത്ത്? വാസ് യുവർ മദർ പ്രേയിങ് വൈൽ യു ആർ വാച്ചിങ് ടി വി? നിന്റെ അമ്മ മാഗസിൻസ് വായിക്കുകയായിരുന്നോ? വാസ് യുവർ മദർ റീഡിങ് മാഗസിൻസ് വൈൽ യു ആർ വാച്ചിങ് ടി വി? ഇനി ഇവിടെ വാച്ചിങ് ടി വി എന്നുള്ളത് നമുക്ക് മാറ്റാം. ഇവിടെ നീ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിന്റെ അമ്മ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നോ എന്ന് ചോദിക്കണമെങ്കിൽ അപ്പോൾ ഇവിടെ നമുക്ക് വൈൽ യു ആർ സ്റ്റഡിങ് എന്നാക്കി മാറ്റണം. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഗ്രാമർ ഐഡിയ മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ, ബാക്കിയൊക്കെ വെർബുകൾ ചേഞ്ച് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഇനി നിന്റെ അമ്മ എന്ത് ചെയ്യുകയായിരുന്നു? അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് ഫസ്റ്റ് തന്നെ ആഡ് ചെയ്യണം. വാട്ട് വാസ് യുവർ മദർ ഡൂയിങ്? വാട്ട് വേർ യു ഡൂയിങ്? വാട്ട് വാസ് ഷി ഡൂയിങ്? അപ്പോൾ സബ്ജക്റ്റിനനുസരിച്ച് വർക്ക്ഷോപ്പ് നമ്മൾ ചേഞ്ച് ചെയ്യണം. അതൊക്കെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. സബ്ജക്റ്റിനനുസരിച്ച് എങ്ങനെ ചേഞ്ച് ചെയ്യാന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാം. വാട്ട് വാസ് യുവർ മദർ ഡൂയിങ് വൈൽ യു ആർ വാച്ചിങ് ടി വി? നീ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിന്റെ അമ്മ എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ചാനൽ എങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്, ബുക്സുകൾ നമുക്ക് എങ്ങനെ വാങ്ങാൻ സാധിക്കും, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്, പഴയ വീഡിയോസ് നമ്മൾ കാണാൻ എന്ത് ചെയ്യണം, ഇംഗ്ലീഷ് ഹാൻഡ് റൈറ്റിംഗ് ക്വാളിറ്റി കൂട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 5 മിനിറ്റ് അത് മാത്രമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, നമ്മൾ ഇനി ഇത് കാണേണ്ടതില്ല, അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഫോണിലൂടെ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 8281555666. നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് 5 പ്ലേലിസ്റ്റുകളിലേക്കാണ്. നമുക്കത് കാണാൻ സാധിക്കും. 5 new words daily, 1 minute grammar, English grammar in Malayalam, English conversations, essential grammar in use. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കാണുക എന്നുള്ളതാണ്. ഏതാണ് നമുക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിൽ ഏത് വീഡിയോസാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് അത് റെഗുലറായിട്ട് കാണാൻ ശ്രമിക്കാം. ഇപ്പോൾ നമുക്കറിയാം 5 new words daily, അത് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ നിന്നും സെലക്ട് ചെയ്ത വാക്കുകളുടെ കളക്ഷനാണ്. അതായത് 3000 വാക്കുകൾ വേണം. ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിക്കാൻ വേണ്ടി നമുക്ക് 3000 വാക്കുകൾ വേണം. അപ്പോൾ അത് നമ്മൾ ഒരു ദിവസം 5 വാക്കുകൾ വെച്ച് നമ്മൾ പഠിച്ചെടുക്കും. അത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഓക്സ്ഫോർഡ് 3000 എന്ന ഡിക്ഷണറിയിൽ നിന്നാണ്. അപ്പോൾ അത് ഒന്നും മിസ്സാക്കരുത്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഗ്രാമർ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ അത് നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കാണ്. സിമ്പിളായിട്ടുള്ള ടോപ്പിക്സ് ആണ്. 1 minute ഗ്രാമർ എന്ന പ്ലേലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കാം. അതുപോലെ തന്നെ എസെൻഷ്യൽ ഗ്രാമർ ഇൻ യൂസ് എന്ന പ്ലേലിസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുക കാംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഏറ്റവും ബേസിക് ലെവലിൽ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇനി ഇംഗ്ലീഷ് ഗ്രാമർ ഇൻ മലയാളം എന്ന പ്ലേലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുക കുറച്ചുകൂടി അഡ്വാൻസ് ആയ ടോപ്പിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഓരോ കാറ്റഗറി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് നമ്മളത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൃത്യം ഓർഡർ നമ്മുടെ ബുക്കിലുണ്ട്. അപ്പോൾ നിങ്ങൾ ബുക്ക് മേടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ഐഡിയ കിട്ടും. ബുക്സ് നിങ്ങൾ പരമാവധി മേടിക്കാൻ നോക്കണം. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെ ഒരു ബുക്ക് നമ്മുടെ കയ്യിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം. 550 രൂപ മാത്രമേ ചിലവ് വരുള്ളൂ. അത് മേടിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ നമുക്ക് 4ാമത്തെ പ്ലേലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുക ഇംഗ്ലീഷ് കോൺവെർസേഷൻസ്. നേറ്റീവ് സ്പീക്കേഴ്സ് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്ന് നമ്മൾ കേട്ട് പഠിക്കുകയാണ്. മാക്സിമം ആ റേഞ്ചിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച ഗ്രാമർ കൃത്യമായിട്ടാണോ ഉപയോഗിക്കുന്നതെന്നൊക്കെ നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ കാംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് അതും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്നും മിസ്സാക്കരുത്. അപ്പോൾ ഇങ്ങനെ കൃത്യമായി ഏതാണോ നമ്മുടെ ആവശ്യം അനുസരിച്ചാണ് നിങ്ങൾ വീഡിയോസ് കൂടുതൽ കാണേണ്ടത്. എല്ലാ വീഡിയോസും കാണുന്നതിൽ തെറ്റില്ല, പക്ഷേ കൂടുതൽ കാണേണ്ടത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ്. അപ്പം നമ്മുടെ ആവശ്യമുള്ള പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ഏറ്റവും ആദ്യം തൊട്ട് ഓരോന്നോരോന്ന് കണ്ടു തുടങ്ങുക. അതാണ് നമ്മൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത്. തിയറി, പ്രാക്ടീസ്, ആപ്ലിക്കേഷൻ, ഇതാണ് നമ്മുടെ മെത്തേഡ്. നമ്മൾ കാംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് തിയറി മനസ്സിലാക്കുന്നു, ഉറക്കെ പ്രാക്ടീസ് ചെയ്യുന്നു, അതുപോലെ തന്നെ റിയൽ ലൈഫിൽ നമ്മളത് ഉപയോഗിക്കുന്നു. ഇങ്ങനെ വേണം നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ. അപ്പോൾ തിയറി കേട്ടതുകൊണ്ട് മാത്രം നമുക്ക് റിസൾട്ട് ലഭിക്കില്ല. നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. ഉറക്കെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് സ്പീക്കിംഗ് പ്രാക്ടീസ് ലഭിക്കുകയുള്ളൂ. അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ റിയൽ ലൈഫിൽ നമ്മളിത് അപ്ലൈ ചെയ്യണം. കാരണം ആപ്ലിക്കേഷൻ അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ലഭിക്കില്ല. അപ്പോൾ അത് എങ്ങനെ
റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യം ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വീഡിയോ ഫുള്ള് കാണുന്നത് റിക്വസ്റ്റ് ചെയ്യുന്നു. ഈ വീഡിയോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ 2 സ്പെഷ്യൽ ബുക്സുകൾ ഉപയോഗിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെ ഒരു സ്പെഷ്യൽ ബുക്കും ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ ബുക്കും നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് വാങ്ങാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് 82815556 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ഞങ്ങളുടെ അക്കൗണ്ട് നമ്പറിലേക്ക് വെറും 550 രൂപ ട്രാൻസ്ഫർ ചെയ്യാം. അതിനുള്ള ഡീറ്റെയിൽസ് എല്ലാം 82815556 എന്ന നമ്പറിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ്മെൻറ്റ് കോഴ്സ് വെറും 30 മണിക്കൂറിനുള്ളിൽ 70% ഇംഗ്ലീഷ് ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും. ആ ബുക്കിനും നമുക്ക് വരുന്ന റേറ്റ് സെയിം ആണ്, 550 രൂപ. അതിനുവേണ്ടി സെയിം നമ്പറിലേക്ക് വിളിക്കാം. നമുക്കറിയാം, ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഡിഡ്, വുഡ്, കുഡ്, ഹാവ്, ക്യാൻ അങ്ങനെ പല ടൈപ്പ് സെൻറ്റൻസുകൾ നമുക്ക് കാണാൻ സാധിക്കും. 200ഓളം ടോപ്പിക്സുകളാണ് നമുക്ക് ഇംഗ്ലീഷിലുള്ളത്. അപ്പോൾ ഇതെല്ലാം കൃത്യമായ ഒരു ഓർഡറിൽ പഠിക്കേണ്ടതുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ബുക്സ് നിങ്ങൾ നിർബന്ധമായും വാങ്ങണമെന്ന് എപ്പോഴും പറയുന്നത്. അപ്പം അതിന് മടി കാണിക്കരുത് നിങ്ങൾ. ഈ സെയിം നമ്പറിൽ നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 82815556 എന്ന ഈ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുക. മെസ്സേജ് അയക്കേണ്ടത് ഇപ്രകാരമാണ്: പ്ലീസ് ആഡ് മൈ നമ്പർ. ഇത്ര മാത്രം മതി. മെസ്സേജ് ലഭിച്ചാൽ നിങ്ങളുടെ നമ്പർ ഞങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഒറ്റ വീഡിയോസും നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളാകാം. പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നമ്മൾ ഓൾറെഡി കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ പ്ലേലിസ്റ്റ് അത് കാണാൻ സാധിക്കും. ഇപ്പോൾ 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ നമ്മുടെ വീഡിയോയുടെ തൊട്ടടിയിൽ തന്നെ കാംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേജിലേക്ക് പോവും. അതിൽ പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ കാംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ് എന്ന് സെർച്ച് ചെയ്യുക യൂട്യൂബിൽ. കാംബ്രിഡ്ജ് ഇംഗ്ലീഷ് എന്ന് മാത്രമല്ല, കാംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ് എന്ന് സെർച്ച് ചെയ്യുക. പല സ്റ്റുഡൻസും ഇത് എങ്ങനെയാണ് പഴയ വീഡിയോസ് കാണാമെന്ന് ചോദിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഹോം പേജിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എപ്പോഴും കാണാൻ സാധിക്കുകയുള്ളൂ. ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഫ്രീ ആയി ലഭിക്കുന്ന ഇത്തരം വീഡിയോസ് ഇനിയും ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഏതെങ്കിലും വീഡിയോസ് സെലക്ട് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.